Hi friends, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 സൈസിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ പേപ്പറിന് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇതുപോലെ മടക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് അതിൽ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 14 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ പീസും ഇതുപോലെ മടക്കി എടുക്കണം. അപ്പോൾ ഇതാ എല്ലാ പീസും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ പീസും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയെല്ലാം ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ഭംഗിയിൽ കിട്ടൂല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് എന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പണ്ട് നമ്മൾ ഒരു കുട ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പല കളറിലുള്ള പേപ്പർ ഉപയോഗിച്ചിട്ട് 2 ടൈപ്പ് കുട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഏകദേശം ഇതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗവും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മറ്റേ പീസുമായിട്ട് കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. യെല്ലോ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ അതിന് പകരം കളർ പേപ്പർ എടുത്താലും മതി. എന്നിട്ട് അത് നമ്മൾ വിളക്കിൽ തീൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ വിളക്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ ദിയ പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള പേപ്പർ വിളക്കാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല കളറിലും ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറിലും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റും കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളറും ബ്ലൂ കളറുമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 പേപ്പറും നീളം സെയിം ആണ്. വീതി യെല്ലോ കളർ 10 സെൻറ്റിമീറ്ററും ബ്ലൂ കളർ 15 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ബ്ലൂ കളർ പേപ്പറിനെ അതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈന് വരെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പേപ്പർ മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്നതും 1 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ പീസും 1 സെൻറ്റിമീറ്റർ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ പേപ്പറിനെ ആ യെല്ലോ പേപ്പറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കിയെടുക്കണം. പിന്നെ ബ്ലൂ കളർ പേപ്പർ നമ്മൾ കട്ട് ചെയ്തപ്പം അവസാനം വരുന്ന ആ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഞാനിപ്പോൾ അത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ലാൻഡേൺ പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ പേപ്പർ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കളർ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ പേപ്പറുകളിൽ ഒന്ന് കുറച്ച് വീതി കൂടുതലുള്ളതും വീതി കുറഞ്ഞതും എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെയിം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവസാനം ഞാനത് ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ 2 പേപ്പറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ ആ യെല്ലോ കളർ പേപ്പർ ലെങ്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഈ ലാൻഡേണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്താണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ആ ബ്ലൂ കളറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 യെല്ലോ പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലും താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് പല കളറിലൊക്കെ ഉണ്ടാക്കുക. എന്നിട്ടെല്ലാം ഒരു നൂലിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് അതിൽ നമ്മുടെ മാലയായിട്ട് വരുന്ന LED ലൈറ്റ്സ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം ഇതുപോലെ പ്രിൻ്റൊക്കെ ഉള്ള കപ്പായതുകൊണ്ട് ഞാൻ അതിൽ വൈറ്റ് സ്പ്രേ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അതിൽ ഒന്ന് ഇതുപോലെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ കപ്പ് മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കപ്പ് 2 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗമെല്ലാം ഒരു പെറ്റലിൻ്റെ ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗമെല്ലാം ഇതുപോലെ പെൻസിലോ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പർപ്പിൾ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ് മുഴുവനായിട്ട് ആദ്യം പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പ് മുഴുവനും വൈറ്റ് ആയിട്ട് തന്നെയാണ്, മുകൾ ഭാഗം മാത്രം പിങ്ക് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലൊരു LED ലൈറ്റ് ഇട്ടിട്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ മറ്റേ കപ്പിൽ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ LED ലൈറ്റ് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബട്ടൺ വരുന്ന ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്കത് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഒക്കെ സുഖമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പേപ്പർ കപ്പാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള 3 ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്